പ്രിയമുള്ളവരെ, MKM ഗ്രൂപ്പിൻ്റെ പ്രതിവാര ചാനൽ പരിപാടിയായ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ അതിൻ്റെ 200-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചരിത്ര വനിതയാണ്. മറ്റാരുമല്ല, അമേരിക്കൻ ഐക്യനാടുകളിലെ 49ാമത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന കമല ദേവി ഹാരിസ്. ചരിത്രം സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡൻറ്റ്. അവർ ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യക്കാരിയായ അമ്മയും ജമൈക്കക്കാരനായ അച്ഛനുമാണ് അവരുടെ മാതാപിതാക്കൾ. ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ്. അന്നത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ പിൻവാങ്ങിയപ്പോൾ ആ സ്ഥാനം അതിലേക്ക് മത്സരിക്കാൻ വന്നത് കമല ഹാരിസാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് പരാജയപ്പെട്ടെങ്കിലും അവർ അമേരിക്കൻ ഐക്യനാടുകളിലെ 50 സംസ്ഥാനങ്ങളെ കീഴടക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തിയത്. ഏതാണ്ട് 107 ദിനങ്ങളാണ് അവർ പ്രചാരം നടത്തിയത്, തെരഞ്ഞെടുപ്പ് പ്രചാരം. അന്ന് ആ പിന്നാമ്പുറ കാഴ്ചപ്പാടുകളും പിന്നാമ്പുറ നടപടികളും എല്ലാം ചേർത്തുകൊണ്ട് അവർ ഇപ്പോൾ ഒരു പുസ്തകം രചിച്ചിരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് 107 ദിനങ്ങൾ. താൻ കണ്ട ജീവിതം, അല്ലെങ്കിൽ ഇനി എന്ത് വേണം എന്ന് കണ്ടെത്തുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു രചനയാണ് 107 ദിനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ അവരുടെ കാഴ്ചപ്പാട് തൻ്റെ കമ്മ്യൂണിറ്റിയെ, അതായത് കർത്തവർഗത്തിൽപ്പെട്ട തൻ്റെ കമ്മ്യൂണിറ്റിയെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി, സമത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി സമഭാവനയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് അവർ തൻ്റെ ആ പുസ്തകങ്ങളിൽ, തൻ്റെ അനുഭവക്കുറിപ്പുകളിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദക്ഷിണാശാലിയായ ഒരു എഴുത്തുകാരി കൂടിയാണ്. കാരണം ഇതിനു മുമ്പും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ ട്രൂത്ത് വി ഹോൾഡ്, ആൻ അമേരിക്കൻ ജേണി. അതായത് യാത്രയിൽ നമ്മൾ സൂക്ഷിച്ച സത്യങ്ങൾ, കുറേ സത്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അവർ രചിച്ചിട്ടുണ്ട്. 1-2 പുസ്തകങ്ങൾ വേറെയും രചിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രംഗത്തും, അതായത് കാലിഫോർണിയയിൽ ജനിച്ച അവർ കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ അറ്റോർണി ജനറൽ വരെ ആകുകയും അവിടെ തെരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയിൽ നിന്നുള്ള സെനറ്റർ കൂടി ആകുകയും ചെയ്തിട്ടുണ്ട് ഈ വനിത, അതായത് ഹാരിസ്, കമല ഹാരിസ്, കമല ദേവി ഹാരിസ്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.